ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി വരം തന്തരുൾ എന്നിൽ സൗര്യസമ്പരമതി സകുല സഗുണമണി സദത് മദദിനിധി ഔസ് മുഹിയദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി അബ്ദുൽ ഖാദിർ ഷാഹ് ബഗ്ദാദി. പൂർവിക കവികൾ രചിച്ചതാണ് ഇത്. ഒരു കാലത്ത് സാഹിത്യോത്സവിലൂടെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരു 3 തവണത്തോളം ഇയാള് സാഹിത്യോത്സവില് ഈ പാട്ട് മാത്രം പാടിയിട്ട് ഇവരൊരു സഖ്യുണ്ട്, സയ്യിദ് ഹാനിഷി ഹിഷാം എന്നുള്ള കാപ്പാട്ട സഖ്യ. അവരൊരുപാട് തവണ വാങ്ങിയിട്ടുണ്ട്. അന്ന് ഈ കോലത്തിലല്ല കണ്ടിട്ടുണ്ടാകുക, കുറച്ചുകൂടി പാള് മാറി. ആ സാഹിത്യോത്സവിലൂടെ കാലെടുത്ത് വെച്ചപ്പോ ഇപ്പോ ഉയർന്ന ബോസിലെത്തി. ഞാൻ എപ്പോഴും പറഞ്ഞു അതുകൊണ്ട് കിട്ടിയതാ. ഇപ്പൊ ഫറൂഖ് കോളേജിലെ ഫൈനാൻസ് സെക്രട്ടറിയാ, വലിയ നിലയില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മറ്റൊന്നിലേക്ക് കിടക്കാം ഒരു ഇശലിലൂടെ. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ദഫിന്റെ തനത് രൂപം അഥവാ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിറോലദി. ഇത് കഴിഞ്ഞാൽ റബീഉൽ ആഖിർ കഴിഞ്ഞാൽ ജമാഅത്തുൽ അവ്വലാണ് വരുന്നത്. ജമാഅത്തുൽ അവ്വലും ഇവിടെ വന്നിട്ട് ഒരു ദഫ് മുട്ട എന്നുള്ളത് നടക്കുന്നതല്ല. അതിന് മുന്നോടിയായിട്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ ആഖിറിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു ഗാനം ഞാൻ പാടുന്നത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതരിൽ പ്രാർത്ഥന ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു ഗാനമാണ്. അഥവാ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ എന്നിവരെ വർണ്ണിച്ചുകൊണ്ട് അത് രചിക്കാനുണ്ടായൊരു കാരണം, ഈയിടെ ഉസ്താദിന്റെ കൂടെ ഒരു മൗലൂദിൽ പങ്കെടുക്കാൻ സാധിച്ചു. എ.പി. ബാബാജിന്റെ വീട്ടില് ചാലിയ മൗലൂദിൽ ഞാൻ പുറമെ ഒരു സൈഡിലേക്ക് ഇരുന്നപ്പോ എന്നെ പകര ഉസ്താദ് വിളിച്ചു വേദിയിലേക്ക്. പകര ഉസ്താദിന്റെ കുട്ടികള് ഞങ്ങളൊക്കെ കൂടിയിട്ട് മൗലൂദ് നടത്തുന്നതിനിടയിൽ അന്ന് പരീക്ഷ ആയതുകൊണ്ട് കാപ്പാട്ട കുട്ടികളെ ദഫ് ഉണ്ടായിരുന്നില്ല. പകരം മർക്കസിലെ കുട്ടികൾ ദഫ് കളിച്ചു. മൗലൂദ് അഷ്റഖൽ ബദ്രു അലൈന തുടങ്ങിയപ്പോൾ ഉസ്താദ് പറഞ്ഞു കുട്ടികളൊക്കെ ദഫിന്റെ കുട്ടികൾ അങ്ങോട്ട് വരണം പറഞ്ഞു. അങ്ങനെ മുന്നിൽ നിന്ന് അപ്പൊ ഞങ്ങളൊരു ഈണെടുത്തപ്പോ താളം തെറ്റി കുട്ടികളോട്. കാരണം ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോ ഉസ്താദ് കൈകൊണ്ട് അതിന്റെ താളം കാണിച്ചു കൊടുത്തു. ഞാനപ്പോ മനസ്സിലാക്കി തിരിച്ചു യാത്രയിൽ ഇങ്ങനെ